മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മലപ്പുറം ജില്ല മാതൃകാപരമായ ഇടപെടൽ നടത്തിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ. ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി പി.കെ. ബഷീർ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ദുരന്ത നിവാരണ ഏകോപന പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ചത്. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടി അവലോകനവും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. ജില്ലയിൽ മഴക്കെടുതിയിൽ 4 മരണമുണ്ടായെന്നും ഇവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തെന്നും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ റോഡ് താൽക്കാലികമായി അടയ്ക്കുമെന്നും യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ മഴക്കെടുതിയിൽ ജില്ലയിലുടനീളം 65 ചെറിയ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുജനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. ജില്ലയിലെ അനധികൃത ഖനനം തടയുന്നതിനായി പോലീസ്, റവന്യൂ, പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം വിപുലമാക്കും. ജിയോളജി വകുപ്പിൽ കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വിവിധ വകുപ്പുകൾ, താലൂക്കുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരന്ത നിവാരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ യോഗത്തിൽ അവലോകനം ചെയ്തു. പൊന്നാനിയിലുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്നും നിലവിൽ 20 പേർ മാത്രമാണ് തിരൂരങ്ങാടി താലൂക്കിലെ ചേറൂർ ചാക്കിരി അഹമ്മദ് കുട്ടി സ്മാരക GM-UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നതെന്നും തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര യോഗത്തിൽ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണെന്നും ആവശ്യമരുന്നുകളും അടിയന്തര പരിശോധനകളും കൃത്യമായി ചെയ്തുവരുന്നുണ്ടെന്നും DMO യോഗത്തിൽ അറിയിച്ചു. സ്കൂബ ടീം, 800 പേരടങ്ങുന്ന സിവിൽ ഡിഫൻസ് ടീം എന്നിവ പ്രവർത്തന സജ്ജമാണെന്ന് ഫയർഫോഴ്സ് വിഭാഗം യോഗത്തിൽ അറിയിച്ചു. ജില്ലാ, താലൂക്ക് തലങ്ങളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും KSEB സർക്കിളുകൾക്ക് കീഴിലും 24 മണിക്കൂറും കൺട്രോൾ യൂണിറ്റുകൾ സജ്ജമാണെന്ന് യോഗം വിലയിരുത്തി. മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് ഇൻഷുറൻസ് ക്യാമ്പയിൻ നടന്നുവരികയാണെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. യോഗത്തിൽ സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോഹൻ, ASP P ബിജുരാജ്, ADM ഇൻചാർജ് അൻവർ സാദത്ത്, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.